LDF ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാൻ പറഞ്ഞത് LDFിൻ്റെ ക്യാമ്പയിനാണ്. ഞങ്ങളുടെ വിചാരണ സദസ്സ് വേറെ ഞങ്ങൾ നടത്തി. കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കും. ഞങ്ങൾ പോസിറ്റീവാണ്. ഇവരാ അല്ല, അത് ഞങ്ങൾ LDFുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ ശേഷിയുണ്ട്. എന്തിനാണ് ഒരുമിച്ച് ചെയ്യണത്? ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ആ വിഷയം അവതരിപ്പിച്ചത്. സർക്കാർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കടൽ മണൽ ഖനനത്തെക്കുറിച്ച്. അതിൻ്റെ ഗുരുതരമായ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ തന്നെയാണ് നിയമസഭയിൽ ആ വിഷയം അവതരിപ്പിച്ചത്. അപ്പോൾ സർക്കാർ മറുപടി, കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കേണ്ടത്. സെൻട്രൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നത്. അത് ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണ്. ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ തീരദേശ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാപ്പകൽ സമരം KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പദയാത്രകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരം UDFും ഇപ്പോൾ NK പ്രേമേന്ദ്രൻ നയിക്കുന്ന കാൽനട യാത്രയുണ്ട്. ഇതെല്ലാം UDFിൻ്റെ ഘടകകക്ഷികളും UDFും എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് പരിപാടികൾ. അത് നീക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നിപ്പോൾ നടക്കാൻ ഞാനും പങ്കെടുക്കേണ്ട അതിനകത്ത് ഞാനാണ് മുഖ്യമന്ത്രിയോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്, കത്തെഴുതി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് UGC റെഗുലേഷനെതിരായിട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കി അയക്കണം. പ്രതിപക്ഷ നേതാവെന്നല്ല ഞാൻ ആവശ്യം. അത് കഴിഞ്ഞിട്ട് നിയമസഭ കൂടിയപ്പോൾ പ്രമേയം പാസ്സാക്കി അയച്ചു. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് UGC റെഗുലേഷൻ എതിരെയാണ്. അത് എതിരെന്നുള്ളത് ഗവർണർ പറയുമ്പോൾ എന്തിനാ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ മാറ്റിയത്? എന്നാൽ പിന്നെ അനുകൂലം എന്ന് എഴുത്, എന്നാൽ പിന്നെ എനിക്ക് പോകാതിരിക്കുന്നു. ഞാൻ ആ മീറ്റിംഗ് പങ്കെടുക്കാതിരിക്കും. UGCക്ക് റെഗുലേഷൻ അനുകൂലമാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. എന്തിനാണ് എതിരെ എന്നുള്ള മാറ്റുന്നത്? എന്തിനാണ് ഇവരൊക്കെ വാളെടുക്കുമ്പോഴൊക്കെ പേടിക്കുന്നത്? ഭയപ്പെടുന്നത് എന്തിനാണ്? ഇവരൊക്കെ വാളെടുക്കുമ്പോഴേക്കും അങ്ങനെ ചെയ്യാം. ഒരു ഗവൺമെൻറ് തീരുമാനിച്ചതല്ലേ. നമ്മൾ കൺകറന്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റാണ് വിദ്യാഭ്യാസം. നമ്മുടെ കൂടി അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടുള്ള UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനാണ് വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ഞങ്ങളുടെയൊക്കെ മന്ത്രിമാർ വരുന്നുണ്ട്, തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ. അവർ പങ്കെടുക്കുന്നതിന് എതിരെയാണ്. അതിന് അനുകൂലമായിട്ടാണ് നീ ഗവർണർ പറയുകയാണ് അതിന് അനുകൂലമാക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് അനുകൂലം എന്ന് എഴുതുമോ? അത് അങ്ങനെ മാറ്റിയത് വളരെ മോശമായി, ചെയ്യാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ SFI നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി നേരത്തെ ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് പോലീസും അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരും ഗുണ്ടകളും ക്രിമിനലുകളും DYFIക്കാരും SFIക്കാരും ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ അവർ നടത്തുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. അതിനെതിരായിട്ട് കേസുണ്ട് കോടതിയിൽ. അതേ നടപടിയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്ന റാഗിംഗ് കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന SFIക്കാരാണ്. എല്ലാ അക്രമ സംഭവങ്ങൾക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരനായ ഒരു പയ്യനെയാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. അത് ചെയ്തത് SFI അല്ലേ? സംസ്ഥാന വ്യാപകമായി ക്യാമ്പസുകളിലെ വയലൻസ് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന SFI ആണ്. SFI നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റാണ് അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ സംസാരം. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷേ ആ SFI സംസ്ഥാന സെക്രട്ടറി പോലെ ക്രിമിനൽ കേസുകൾ, അതായത് സമരം ചെയ്ത കേസല്ല, ക്രിമിനൽ കേസുകളിൽ എത്ര കേസുകളിൽ പ്രതിയാണെന്ന് ആലോചിച്ചു. സമരം ചെയ്താൽ ക്രിമിനൽ കേസാണ്. സമരം